മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗ് രാജിവെച്ചതിനെ തുടർന്ന് പുതിയ സർക്കാർ ഉണ്ടാക്കാൻ ബിജെപി നീക്കം തുടങ്ങി. ബിജെപി എംഎൽഎമാർ ചേർന്ന് പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾ ചർച്ച ചെയ്യാനാണ് തീരുമാനം. നിലവിൽ ഉടൻ രാഷ്ട്രപതി ഭരണം ഉണ്ടാവില്ലെന്നും സൂചനയുണ്ട്. സംബിത് പാത്ര MP വീണ്ടും ഗവർണറെ കണ്ട സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണത്തിന് ഉടൻ ഗവർണറുടെ ശുപാർശ ഉണ്ടാകില്ലെന്നാണ് സൂചന. കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ബിരേൻ സിംഗിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇംഫാലിൽ സുരക്ഷാ വിന്യാസം വർദ്ധിപ്പിച്ചു. അതിനിടെ നാളെ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാനുള്ള ഉത്തരവും ഗവർണർ അസാധുവാക്കി. അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ബിരേൻ സിംഗിന്റെ രാജി. വൈകുന്നേരത്തോടെ അദ്ദേഹം രാജ്ഭവനിലെത്തി ഗവർണർക്ക് രാജിക്കത്ത് നൽകി. ബിരേൻ സിംഗിനൊപ്പം BJP നേതാവും മണിപ്പൂരിലെ മറ്റു മന്ത്രിമാരും ഉണ്ടായിരുന്നു. കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ രാജിക്കായി നിരന്തരം ആവശ്യമുയർന്നിരുന്നു. മണിപ്പൂരിൽ കഴിഞ്ഞ 1.5 വർഷമായി തുടരുന്ന കലാപത്തിന് പരിഹാരം കാണാത്തതും രാജിയിലേക്ക് നയിച്ചുവെന്ന് റിപ്പോർട്ടുണ്ട്. അതേസമയം മണിപ്പൂരിന്റെ നല്ല ഭാവിക്ക് വേണ്ടി തുടർന്നും പ്രവർത്തിക്കുമെന്നും നാർക്കോ ടെററിസം, മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങിയവയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്നുമാണ് രാജിക്കത്തിൽ ബിരേൻ സിംഗ് പറഞ്ഞിരിക്കുന്നത്. 60,000-ഓളം കുടുംബങ്ങൾ പലായനം ചെയ്യുകയും 10,000-ഓളം വീടുകൾ അഗ്നിക്കിരയാവുകയും ചെയ്തിട്ടും വംശീയ കലാപം അടിച്ചമർത്തുന്നതിലും സംസ്ഥാനത്ത് സമാധാന ജീവിതം വീണ്ടെടുക്കുന്നതിലും ബിരേൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാരും കേന്ദ്ര സർക്കാരും പരാജയപ്പെട്ടത് രാജ്യമാകെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു.